ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഭഗവതി മഠം കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ മഹേഷ് ഉഷസ്. ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത്. കർക്കിടക മാസം തുടങ്ങിയതോടുകൂടി വീടുകളിലും ക്ഷേത്രങ്ങളിലുമൊക്കെയും തന്നെ രാമായണത്തിൻ്റെ ശീലുകൾ നമുക്ക് കേൾക്കാൻ കഴിയും. വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യം. കാരണം ഹൈന്ദവ ജനത ഇത്രയൊക്കെ പിന്നോട്ട് നിൽക്കുന്നുവെന്ന് നമുക്ക് തോന്നലുണ്ട് എങ്കിൽ പോലും അതെല്ലാം തെറ്റാണെന്നും ഈ രാമായണ മാസത്തിലൂടെ ഞങ്ങളെല്ലാവരും ഇപ്പോഴും ആചാരങ്ങൾ പിന്തുടരുന്നുണ്ട് എന്ന് ഒരു തുറന്ന വസ്തുത എല്ലാവരും കാണിക്കുന്നതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. പണ്ട് കാലങ്ങളിൽ ഒരുപക്ഷെ രാമായണം ഇല്ലാത്ത വീടുകളിലൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങളും അതല്ലെങ്കിൽ അത് വായിക്കാനുണ്ടാകുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാവർക്കും എല്ലാം അവരവരുടെ വിരൽത്തുമ്പിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം. രാമായണം PDF ഫയലുകളായിട്ടും അല്ലെങ്കിൽ ഓരോ ദിവസത്തെയും ഓരോ വായിക്കുന്ന ഭാഗങ്ങളൊക്കെ ഓരോരുത്തർക്കും വാട്സാപ്പിലൊക്കെ കിട്ടുന്നൊരു കാലഘട്ടം കൂടി ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് വായിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും വീടുകളിലൊക്കെ അത് നമുക്ക് പ്ലേ ചെയ്ത് കേൾക്കാനുള്ളൊരു അവസരമെങ്കിൽ ഇന്നിപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായൊരു കാര്യം. അപ്പോൾ എല്ലാവരും വീടുകളിൽ രാമായണം വായിക്കണം എന്ന് പറയുമ്പോഴും പലരുടെയും സമയത്തിൻ്റെയും സാഹചര്യങ്ങളുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ മൂലം ചിലപ്പോൾ ഒരുപക്ഷെ വീടുകളിൽ എല്ലാ ദിവസവും ചിലപ്പോൾ രാമായണം വായിക്കാൻ സാധിച്ചു എന്ന് വരികയില്ല. എങ്കിലും അവിടെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഫോണിലോ അല്ലെങ്കിൽ TV-യിലോ മറ്റേതെങ്കിലും മാധ്യമത്തിൽ കൂടിയിട്ടൊക്കെ രാവിലെ വൈകുന്നേരത്തൊക്കെ രാമായണം കേൾക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എങ്കിലും ചിലപ്പോൾ വായിക്കാനുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ സമയത്തിൻ്റെ ആ ഒരു സാഹചര്യം മൂലം നമുക്ക് ചിലപ്പോൾ വായിക്കാൻ പറ്റുന്നില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഏകശ്ലോകി രാമായണം എന്നുള്ളൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഒന്ന് രണ്ട് പേര് സംശയം ചോദിച്ചിരുന്നു, ഈ ഏകശ്ലോകി രാമായണത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം എന്തൊക്കെയാണ്, അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഒന്ന് രണ്ട് പേര് സംശയം ചോദിക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു സംശയ നിവാരണം ഇന്ന് ഈ വീഡിയോയിലൂടെ തീർക്കാം എന്ന് ഞാൻ കരുതുന്നു. അതായത് ഏകശ്ലോകി രാമായണം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ശ്ലോകത്തിൽ കൂടി തന്നെ രാമായണത്തിൻ്റെ മുഴുവൻ അർത്ഥങ്ങളിലും നമുക്ക് കിട്ടുക എന്നുള്ളതാണല്ലോ ഏകശ്ലോകി രാമായണം എന്ന് പറയുന്നത്. അപ്പോൾ രാമായണം വായിക്കുന്ന അതേ ഫലം അല്ലെങ്കിൽ രാമായണത്തിലെ കഥാസന്ദർഭങ്ങളെ എല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഫലം തരുന്ന ഒരു ശ്ലോകം തന്നെയാണ് ഈ ഏകശ്ലോകി രാമായണത്തിൻ്റെ ഏക ശ്ലോകം. അത് ഒരു ശ്ലോകം മാത്രമാണ്, 6 വരിയുള്ള ഒരു ശ്ലോകമാണ് ഈ ഏകശ്ലോകി രാമായണം. വാൽമീകി മഹർഷി എഴുതിയ രാമായണം ലോകം മുഴുവൻ വളരെ പ്രസിദ്ധമാണ്. ഇതിൽ കാണ്ഡങ്ങൾ ഒരുപാടുണ്ട്. 7 കാണ്ഡങ്ങളാണ് രാമായണത്തിലുള്ളത്. ആകെ 24,000 ശ്ലോകങ്ങൾ കൂടി ഈ 7 കാണ്ഡങ്ങളിലായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്ത് ആദ്യമായി ഉണ്ടായ ഒരു കൃതിയാണ് രാമായണം. ഈ അർത്ഥത്തിലാണ് അതിനെ ആദികാവ്യം എന്നൊരു പേര് കൂടി വന്നത്. ഇതിൻ്റെ രചയിതാവായ വാൽമീകിയെ ആദികവി എന്ന പേരിലും അറിയപ്പെടുന്നു. ലോകത്തെ പല ഭാഗങ്ങളും ജനങ്ങൾക്ക് അക്ഷരാഭ്യാസമോ ഭാഷയോ തന്നെ ഇല്ലാതിരുന്നൊരു കാലത്ത് പോലും നമുക്കിവിടെ ഭാഷയും കാവ്യങ്ങളൊക്കെ ഉണ്ടായി എന്നതിൽ നമുക്ക് വളരെയധികം അഭിമാനിക്കും. രാമായണം എഴുതപ്പെട്ടതാകട്ടെ നമ്മുടെ പൈതൃക സമ്പത്തായ സംസ്കൃത ഭാഷയിലുമാണ്. അങ്ങനെയുള്ള രാമായണം അന്ന് ലോകത്തെമ്പാടും പ്രചരിച്ചു എന്നതിൽ നിന്ന് അക്കാലത്ത് എല്ലാവരും സംസ്കൃതത്തിൽ അറിവുള്ളവരായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രാമായണത്തിലെ 7 കാണ്ഡങ്ങളിലെ 24,000 ശ്ലോകങ്ങളിലൂടെ പ്രതിപാദിച്ചിരിക്കുന്നതാകട്ടെ രാമന്റെ ചരിത്രമാണ്. രാമന്റെ അയനമെന്നാണ് രാമായണത്തിന്റെ അർത്ഥം. രാവമായണം എന്ന് നമ്മൾ പറയുന്നെങ്കിലും രാമന്റെ അയനമാണ് യഥാർത്ഥത്തിൽ. അയനം എന്നാൽ യാത്ര എന്നാണ് അർത്ഥം. സത്യനിഷ്ഠയിലൂടെയുള്ള രാമന്റെ സഞ്ചാരമാണ് രാമായണം. ഈ മുഴുവൻ പ്രതിപാദ്യ വസ്തുവിനെയും ഒരൊറ്റ ശ്ലോകത്തിലൂടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഏകശ്ലോകി രാമായണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരേ ഒരു ശ്ലോകമാണ്. രാമായണത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ ഈ ശ്ലോകത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ഒരു ശ്ലോകം എന്നതിന് ഏകശ്ലോകി എന്ന് പറയപ്പെടുന്നു. രാമായണം മുഴുവൻ ഒറ്റ ശ്ലോകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതിനാൽ ഏകശ്ലോകി രാമായണം വളരെ പ്രസിദ്ധമായി അറിയപ്പെട്ടു വരികയും ചെയ്യുന്നു. ആ ശ്ലോകം നിങ്ങൾക്ക് ഏവർക്കും പരിചിതമാണെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നുകൂടി നമുക്കിവിടെ ആ ശ്ലോകം ഒന്ന് ചൊല്ലാം. പൂർവം രാമതപോവനാദിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ മർദ്ദനം കൃത്വാ രാവണ കുംഭകർണ നിധനം സമ്പൂർണ്ണ രാമായണം. ഈ ഒരു ശ്ലോകത്തിൽ എല്ലാ കാണ്ഡങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളെ എടുത്തു പറയുന്നുണ്ട്.
തുടക്കത്തിൽ ദശരഥപുത്രനായ രാമന്റെ അഭിഷേകത്തിലുള്ള ഒരുക്കങ്ങൾക്കിടയിൽ കൈകേയിയുടെ ആഗ്രഹപ്രകാരം രാമൻ കാട്ടിലേക്ക് പോകേണ്ടി വരുന്നുവെന്നും ആദ്യം രാമന്റെ വനത്തിലേക്കുള്ള യാത്ര, പിന്നെ സ്വർണമാനായി വന്ന മാരീചനെ പിന്തുടർന്ന് വധിക്കുന്നത് പറയുന്നുണ്ട്. അതിനുശേഷം വൈദേഹിയായ സീതയെ രാവണൻ അപഹരിക്കുന്ന കാര്യവും പറയുന്നു. പിന്നെ ആകട്ടെ പോകുന്ന വഴിയിൽ രാവണനെ തടയുന്ന ജടായുവും അങ്ങനെ രാവണനോട് ഏറ്റുമുട്ടി ആ പക്ഷിശ്രേഷ്ഠന്റെ മരണവും ഇവിടെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് സീതയെ അന്വേഷിക്കുന്ന രാമനും ലക്ഷ്മണനും ഹനുമാനുമായി പരിചയപ്പെടുകയും വാനരപ്രമുഖനായ സുഗ്രീവനുമായി സഖ്യത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം സുഗ്രീവനെ വധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബാലിയുടെ നിഗ്രഹണവും കാണാം. തുടർന്ന് ഹനുമാൻ ലങ്കയിലെത്തി സീതയെ കാണുകയും സുഗ്രീവ സേനയുടെ സഹായത്തോടെ രാമേശ്വരത്ത് രാമസേതു ഉണ്ടാക്കുകയും രാമനും ലക്ഷ്മണനും വാനരസേനയ്ക്കൊപ്പം സമുദ്രം കടന്ന് ലങ്കയിലെത്തുകയും അതിഘോരമായ യുദ്ധം നടക്കുകയും ചെയ്യുന്നു. അവസാനം രാവണനെയും കുംഭകർണനെയും മേഘനാഥനെയും മറ്റു രാക്ഷസന്മാരെയും ഒക്കെ വധിച്ച് രാക്ഷസനും രാവണന്റെ സഹോദരനെങ്കിലും നല്ലവനായ വിഭീഷണനെ ലങ്കയുടെ രാജാവാക്കിയ ശേഷം അയോധ്യയിലേക്ക് മടങ്ങുന്നതുമാണ് രാമായണത്തിന്റെ സമ്പൂർണ്ണ ഇതിവൃത്തം. രാമായണം മുഴുവൻ വായിക്കുന്നത് വളരെയേറെ പുണ്യം നൽകുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ മലയാളികൾ രാമായണം മുഴുവനായി വായിക്കുന്നത്. വാൽമീകി രാമായണം വായിക്കാൻ കഴിയാത്തവരാകട്ടെ മറ്റു ഭാഷകളിൽ വിവർത്തനം ചെയ്ത രാമായണം വായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്താലും ഫലം സിദ്ധിക്കുന്നതാണ്. മലയാളികൾ എഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മരാമായണവും തമിഴ്നാട്ടുകാർ കമ്പർ എഴുതിയ കമ്പരാമായണവും, ഹിന്ദി അറിയാവുന്നവർ തുളസീദാസിന്റെ രാമചരിത മനസ്സും ബംഗാളികൾ കീർത്തിവാസി രാമായണവുമാണ് വായിക്കുന്നത്. ദിവസവും രാമായണം വായിക്കുവാൻ കഴിയാത്ത രാമഭക്തന്മാർ രാമായണം വായിച്ചാലുള്ള ഫലം ലഭിക്കുവാൻ വേണ്ടിയാണ് ഏകശ്ലോകി രാമായണം പാരായണം ചെയ്യുന്നത്. ഇത് ദിവസവും പാരായണം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. എന്നും ത്രിസന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് നാമം ജപിക്കുമ്പോൾ ജപിക്കാൻ സാധിക്കുന്ന രാമനാമമാണ് രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ എന്നുള്ള മന്ത്രം. ഇതും എല്ലാവർക്കും വളരെ പരിചിതമായിരിക്കുന്ന ഒരു മന്ത്രം തന്നെയാണ് എന്നറിയാം. എങ്കിലും ഇവിടെ പറഞ്ഞു വന്ന കൂട്ടത്തിലൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും രാമായണം മുഴുവനായി വായിക്കുവാൻ സാധിക്കാൻ കഴിയാതെ വരുന്നവർ വിഷമിക്കേണ്ട. ഈ ഒരു 6 വരിയുള്ള ആ ഒരു ശ്ലോകം, ഏക ശ്ലോകം നമ്മൾ എല്ലാ ദിവസവും വായിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചൊല്ലുന്നത് വളരെയധികം ഗുണം തരുന്ന, അല്ലെങ്കിൽ രാമായണത്തിന് മുഴുവൻ ഫലവും തരുന്ന ഒരു ശ്ലോകമാണ്. അതുകൊണ്ട് തന്നെ തിരക്കിനിടയിലും ഒരല്പസമയം, ഒരു 2 മിനിറ്റ് മതിയാകുമെന്ന് വായിക്കാം. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒന്ന് നിലവിളക്ക് കത്തിച്ചോ അല്ലെങ്കിൽ കത്തിക്കാതെ തന്നെയോ നമുക്ക് വായിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ രാമായണ മാസാചരണം എന്ന് പറയുമ്പോൾ ആചരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നിലവിളക്ക് കൊടുത്ത് തന്നെ അവിടെ വായിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ആചരണമല്ലാതെ നമുക്ക് നിത്യവും ചൊല്ലുന്നൊരു ശ്ലോകം എന്ന് കണക്കാക്കിയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ശുദ്ധ മനസ്സോടുകൂടി തന്നെ ഇത് വായിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏകശ്ലോകി രാമായണത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഏവർക്ക് മനസ്സിലാക്കി തരുവാൻ എനിക്ക് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അറിവ് അല്ലെങ്കിൽ ഈ കാര്യം നിങ്ങൾക്ക് പരിചയമുള്ള മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഇന്ന് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.